8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നമ്മുടെ ആലഞ്ചേരി പിതാവ് ഉമ്മൻചാണ്ടിയെ അരമനയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. കാപ്പിടിക്കാനായിട്ടാണ്. അന്ന് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ വന്നിരുന്നു. സാധുവായൊരു മനുഷ്യൻ വന്നപ്പോൾ അന്നത്തെ കാലത്ത് വെളുത്ത ഷർട്ട്, 2 ബട്ടൺ പോയിട്ടുണ്ട്, അവിടെ സേഫ്റ്റി പിൻ കൊണ്ട് കുത്തിവെച്ചിരിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി. 2 ആഴ്ച മുമ്പാണ് ആ മറൈൻ ഡ്രൈവില്, ആ വലിയ ഗ്രൗണ്ടില് അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്തിയത്. അന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച കാര്യങ്ങള് രാത്രി 3 മണിയായി തീർന്നപ്പോൾ ഈ മനുഷ്യൻ നിൽക്കുകയാണ്. തേങ്ങാ വെള്ളം മാത്രമേ, കരിക്കും വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. കാപ്പി കുടിക്കാണ്ട് അടുത്ത് നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇതെങ്ങനെയാ സാധിക്കണേ? അപാരമായ കരിസ്മയാണല്ലോ. കാരണം ആളുകളെ സ്വീകരിക്കുന്നതില് എളിയ ദാസനായിട്ട് നിൽക്കുകയാണ്. അപേക്ഷകൾ മേടിച്ച് അത് വായിച്ചു നോക്കി അടുത്തിരിക്കുന്ന കളക്ടറിന്, അല്ലെങ്കിൽ തഹസീൽദാർക്ക്, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ പിയൂണ് അദ്ദേഹം കുറിപ്പെഴുതി കൈമാറുകയാണ്. അദ്ദേഹം എന്റെ ചെവിയിൽ പറഞ്ഞു, തിരുമേനി ഇത് ഞാനല്ല, നമുക്ക് ഈ കഴിവൊന്നുമില്ല. ഞാൻ സാധുവായ പുൽപ്പള്ളിയിലെ ഒരു മകനാണ്. തിരുമേനി ദൈവമാണിത് നടത്തുന്നത്. അത് അത്ഭുതകരമായൊരു കാര്യമായി എനിക്ക് തോന്നി കേട്ടോ. ഈ മനുഷ്യൻ പറയുകയാണ്, അതെന്റെ കഴിവല്ല, ഞാനല്ല ഈ ചെയ്യുന്നത്, അതെന്റെ കരിസ്മയുമല്ല, ഞാൻ ചെയ്യുന്നത് നല്ലവനായ ദൈവം മുകളിലിരുന്ന് ഈ നിയോഗം എനിക്ക് നൽകിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പൗരോഹിത്യം. ഞാൻ ഈ അൾത്താരെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്കെന്ത് യോഗ്യതയാണ് പട്ടം കൊടുക്കാനായിട്ട്? യാതൊരു യോഗ്യതയില്ല കേട്ടോ. കാരണം ഇവിടെ ഇരിക്കുന്ന ചിലര്, അൽമായരായ നിങ്ങള്, ഈ അൾത്താരയിൽ ഇരിക്കുന്ന വൈദികര് എന്നേക്കാൾ വിശുദ്ധരായ ആൾക്കാരാണ്, എന്നേക്കാൾ പാണ്ഡിത്യമുള്ളവരാണ്, എന്നേക്കാൾ കഴിവുള്ളവരാണ്, എന്നേക്കാൾ സുന്ദരമായിട്ട് ബൈബിള് നിങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ചു തരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ദൈവം ഏൽപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ പൗരോഹിത്യം.